ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ്. അതായത് നമ്മൾ ഷോപ്പ് ചെയ്യാൻ പോകുന്ന ഒരു വ്ളോഗ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് ഞാൻ മദ്രസ് പോവാണ്. എൻ്റെ താത്തക്ക് ട്യൂഷനും ഉണ്ടെക്ക് അമ്മക്കൊരു ടാറ്റയും ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ തിരിച്ച് വരുമ്പോൾ എൻ്റെ അനിയത്തി എണീറ്റിന് ഓളെ കൂടെ കുറച്ച് നേരം കളിച്ച്. പിന്നെ നോക്കുമ്പോൾ ഉണ്ട് നല്ല മഴ പറഞ്ഞാൽ നല്ല മഴ. പിന്നെ അമ്മ പറഞ്ഞ് നമുക്കൊന്ന് മമ്മൻ്റെ വീട്ടിൽ പോയാലോ. മമ്മൻ്റെ വീടാണെങ്കിലും കുറേ ദൂരത്താണ്. അതിനെക്കൊണ്ട് നമ്മൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോണത്. എൻ്റെ ഇപ്പം വേറെ ഒരു സ്ഥലത്ത് പോയതിനെ കൊണ്ട് നമ്മളിവിടെ ഓട്ടോ വിളിച്ചിട്ടാണ് പോണത്. ഓട്ടോക്ക് നല്ല വെയിറ്റിംഗ്. നമ്മൾ വിചാരിച്ചത് മഴ അതിനെക്കൊണ്ട് ഒരു ഓട്ടോ പോലും കിട്ടൂലെന്ന്. പിന്നെ കിട്ടിയ ഓട്ടോയിൽ കയറി പോകുമ്പോൾ ഉണ്ട് റോഡേതാ മനസ്സിലാവാതെ. ഇങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആരായാലും നടുക്കൂടി തന്നെ പോവുള്ളൂ. നമ്മൾ മഴയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം മമ്മൻ്റെ സ്പെഷ്യൽ ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു, അതും കഴിച്ച്. ഇപ്പോൾ വലിയ പറയാണ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലോന്ന്. എന്നാൽ പിന്നെ എല്ലാവരും വേഗം മാറ്റി ഒരുങ്ങി പോവാൻ റെഡിയായി. നമ്മളെല്ലാവരും കൂടി ഒരു കാറിൽ തിക്കി നിറച്ചാണ് പോകുന്നത്. വിചാരിച്ച ഐസ് കഴിക്കാമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചത് എൻ്റെ അമ്മ സമ്മതിക്കില്ലെന്ന്. പക്ഷെ എൻ്റെ അമ്മ സമ്മതിച്ച് കഴിച്ച്. പിന്നെ നമ്മൾ ഹൈലൈറ്റ് മാളിൽ എത്തി. പക്ഷേ ഞാനും എൻ്റെ അനിയനും ഒരു ലിഫ്റ്റ് കയറി. ഫസ്റ്റ് തന്നെ കയറി. അപ്പം ഉണ്ട് ലിഫ്റ്റ് പെട്ടെന്ന് അടിഞ്ഞുപോയി. പിന്നെ നമ്മൾ ബേജാറായി പോകൂലേ, ആരായാലും ബേജാറായി പോകും, വലിയൊരു ഒഴിച്ചിട്ട്. പിന്നെ വേറൊരു താത്തൻ്റെ മക്കളും ഉണ്ടായിരുന്നു. ഓലും പിന്നെ എൻ്റെ ഉമ്മനെയൊക്കെ കണ്ട്. ഉമ്മനെ കണ്ടപ്പോഴാണ് എനിക്കൊരു സ്വസ്ഥ ആയത്. ഇതാണ് ചമ്മി. നിങ്ങൾ കണ്ടീനോ ചമ്മീനെ? ചമ്മി എന്തൊരു കരച്ചിലേനെ ലിഫ്റ്റിലും. ചമ്മീൻ്റെ മുൻ കാണാണ്ടായി പറഞ്ഞിട്ട് എന്തൊരു കരച്ചിലേനെ. ചമ്മീനെ കൊണ്ട് വെറീസായിപ്പോയി. ജെഫിത്താക്കോ സാലിക്കാക്കോ എൻ്റെ താത്തക്കോ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഓല് അവിടെ നിന്നൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നത്. നിങ്ങൾ കണ്ടോ ഗൈസ്? എല്ലാ വണ്ടീൻ്റെ മുകളിലും കളർഫുൾ റെയിൻകോട്ട്. എല്ലാ വണ്ടീൻ്റെ മുകളിലും മഴയല്ലേ, അപ്പം എല്ലാ വണ്ടീൻ്റെ മുകളിലും റെയിൻകോട്ട് ഉണ്ടാവും. പിന്നെ നമ്മളെ നെസ്റ്റോയിലേക്ക് കണ്ടുപിടിക്കാൻ വരാണ്. പിന്നെ ഇങ്ങനൊക്കെ നമ്മളെ ഒടുവിൽ കണ്ടുപിടിച്ച്. അപ്പം ഉണ്ട് എൻ്റെ അനിയത്തി എൻ്റെ ഉമ്മ എന്താ ചെയ്യുന്നത് പാർത്ത് നോക്കണം. പിന്നെ ഒരു വലിയൊരു ലോലിപ്പോപ്പ് പോലത്തെ ക്യാൻഡി എടുത്ത് അതിൻ്റെ ഉള്ളിൽ ഫുള്ളും ലോലിപ്പോപ്പാ. പാട്ടാസ് ഐറ്റമേ, എന്തൊരു പാട്ടാസാണ്. ഫുൾ ലോലിപ്പോപ്പ് ആരാണ് കഴിക്കുക? ചിലവർ വാങ്ങാൻ. പിന്നെ ഉമ്മ പറഞ്ഞ് ഈ 3 ബിസ്ക്കറ്റും ഡിസ്കൗണ്ടിന് 3 വാങ്ങിയാൽ ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് ഇമ്മ അതും എടുത്ത്. പിന്നെ നമ്മളൊരു യൂണിയൻ ബുക്കിൻ്റെ കുക്കീസ് എടുത്തിനും. എനിക്ക് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനാണ്. മറ്റേത് വേറെ എന്തിനോന്നും ഉമ്മ ഓഫറിന് വാങ്ങിയതാണ്. പിന്നെ ഒരു ജ്യൂസ് വാങ്ങി. നിങ്ങളിപ്പോൾ കാണുന്ന സംഭവം എന്താ വെച്ചാൽ നമ്മൾ 3 ആളും കൂടി ഒരു ട്രോളിയിലാണ് ഉന്തിക്കൊണ്ടുവന്നത്. ട്രോളി എടുക്കാൻ മടിയായിട്ടൊന്നല്ല ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. എൻ്റെ അമ്മക്ക് ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ പൈസ കൊടുക്കുകയാണ്. എന്തിനാ അറിയോ? എൻ്റെ അമ്മ വേറെ ഒന്നും വാങ്ങാൻ സമ്മതിക്കില്ല. എനിക്കൊണ്ട് ഞാൻ വാങ്ങിയ സാധനത്തിൻ്റെ പൈസ കൊടുത്ത്. നമ്മൾ ഇത്രയും സാധനം ഉണ്ടായിട്ട് ഒരാൾ 3 ട്രോളിയിൽ വരെ ഒരാൾ ഉന്തിക്കൊണ്ടുപോകാത്ത എന്താ വെച്ചാൽ അറിയോ? നമ്മൾ 3 ആളും ഒരേ ട്രോളിയിൽ ഉന്തിക്കൊണ്ട് വെച്ചാൽ നമ്മൾ ഉന്താനേ 3 ട്രോളി ഉന്തുമ്പോൾ എന്തോ ഒരു ഫീലിങ്സ് ആവും. അങ്ങനെ 3 ആളും 3 ട്രോളിയിലാക്കിയിട്ട് ഞാൻ എൻ്റെ സ്കിറ്റൽസ് വേഗം പോയി എടുത്ത്. ആരെങ്കിലും വന്നെടുത്താലോ. പിന്നെ 3 ആളും 3 ട്രോളിയിലാക്കി എല്ലാം കൂടി നമ്മളൊരു ഭാഗത്ത്, ജെഫ്ത ഒരു ഭാഗത്ത്, ചമ്മി ഒരു ഭാഗത്ത്, അങ്ങനെ 3 ആളും 3 ഭാഗത്താക്കിയിട്ട് ഒരു കസ്റ്റമർ കെയറിൽ പോയിട്ട് ഐസ്ക്രീം വാങ്ങിയേനോ. അപ്പോൾ സ്പൂൺ വാങ്ങി. അപ്പോൾ 3 സ്പൂണിൽ ഒരു ഫോർക്ക് കിട്ടി. എന്തിനാ ആർക്കറിയാം. പിന്നെ നമ്മൾ അവിടെ എഴുതി വെച്ചങ്ങൾ കണ്ടോ? അവിടെ ഫുഡ് കോർട്ടിലേക്ക് അലൗഡ് അല്ലേ ഹൈലൈറ്റ് നിന്ന് വാങ്ങിയത്. എന്നിട്ട് ഇവലുണ്ട് പൊട്ടന്മാർ, ഇവല് ഫുഡ് കോർട്ടിലേക്ക് പോവാണ് ആ ഇത് വെച്ചിട്ട്. എൻ്റെ അനിയത്തി ഇപ്പോഴും ട്രോളിയിൽ ഇരുന്ന് ഇങ്ങനെ കളിക്കുക. ഓരോ സാധനങ്ങളും ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് വലിച്ചൊരു അതിന് നമുക്ക് പണിയാവും. പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലൊക്കെ എത്തിയിട്ട് ഐസ്ക്രീം കഴിക്കാം. എൻ്റെ താത്ത നടുവിൽ ഇരുന്നതിനെ കൊണ്ട് എൻ്റെ താത്തക്ക് കുറേ കിട്ടി. പിന്നെ എൻ്റെ അനിയത്തിയാണ് മെയിൻ. എൻ്റെ അനിയത്തി ടേബിളിൽ പോയി ഇരുന്നിട്ട് ഓള് പിടിവലി ചെയ്യുന്നു ഐസ്ക്രീമിന്. എന്താ പിടിവലി. പിന്നെ ഞാനും എൻ്റെ അനിയത്തിക്ക് കുറച്ച് കൊടുത്ത് ഓള് പിടിവലി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പിന്നെ നമ്മൾ കുറേ സാധനം വാങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വലിയ പറയാണ് ടീ കേക്ക് പൊട്ടിക്കാമെന്ന്. ടീ കേക്ക് പറഞ്ഞാൽ നമ്മളെന്നും വാങ്ങണ ഒരു കേക്കാണ്.
ആ പൊട്ടിച്ച് കഴിഞ്ഞ് ഓലെല്ലാവരും കൂടി നമ്മൾ തിന്ന് എൻ്റെ അനിയത്തിയാണെങ്കിൽ അതിൽ കൈയിട്ട് അളമ്പി കളിക്കുന്നു. എന്താണ് ആക്രാന്തൊക്കെ. പിന്നെ ജസ്റ്റ് തൊട്ട് നോക്കുകയാണെങ്കിൽ നല്ലോണം വെന്ത് ഇതായിട്ടുണ്ടോയെന്ന്. പിന്നെ എല്ലാവരും കൂടി അതിനൊരു പീസ് എടുത്ത് കഴിച്ച്. പിന്നെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞാൽ ഓല കയ്യിൽ മുട്ട മണക്കൂലേ, മുട്ടനെ കൊണ്ടല്ലേ ഈ ടീ കേക്ക് ഈ സാധനം ഉണ്ടാക്കണത്. പിന്നെ ഞാനും എൻ്റെ അനിയനും ഇക്കാക്കയും ഒളിച്ചുമ്പോത്ത് വിളിക്കുക. അതിന് ഞാൻ ചിലപ്പോൾ കള്ളനാവും, അല്ലെങ്കിൽ ഇക്കാക്ക അനിയന് കള്ളനാവും. അപ്പോൾ നമ്മളെല്ലാവരും ഒളിച്ചിക്കണ്ടേ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോവാണ്. ഒരു ചെറിയ കച്ചറ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെല്ലാ സാധനവും നമ്മൾ വാങ്ങിയ എല്ലാ സാധനവും നമ്മൾ കൈ പിടിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ കാറൊക്കെ തപ്പി പോകുമ്പോണ്ട് ഇവർ രണ്ടാളും കുറേ നേരം ഇന്തിനെ ഇവർ അമ്പ് കുന്താ ശക്തി ഇല്ല, അതിനർത്ഥം അതാണ്. പിന്നെ ഒരാൾ മുന്നേ പോയിട്ട് ബാക്കിൽ രണ്ടാളും പിടിച്ചിട്ട് അങ്ങനെ ഉന്തിക്കൊണ്ടേയി. രണ്ടമ്പുണ്ട്, ആ രണ്ടമ്പും അങ്ങനെ ഉന്തിക്കൊണ്ടേയി. പിന്നെ അപ്പത്തേക്കും മഴ പെയ്ത്. അതിൻ്റെ മുന്നേ എൻ്റെ താത്ത വീഡിയോ എടുത്താണ്. ഹൈലൈറ്റ് മാളില്ലേ കാറിൻ്റെ വരി നിങ്ങൾ കണ്ടിനു, എത്ര വരിയാണ്. എന്നിട്ട് ഞാൻ ചമ്മീനെ കുറ്റം പറഞ്ഞത് ചമ്മി കാരനാണ് ഇത് വരിന്ന്. എന്താണ് ചമ്മി ഇതാക്കിയിട്ടല്ലേ, ചമ്മി ഒരു സൈഡിലേക്ക് ചമ്മി ഹമ്പ് ഇതാക്കിയിട്ട് കണ്ടിട്ട് ഇവിടെയുണ്ട് വേറെ സാധനം. പിന്നെ സാൽക്ക പൊന്തിച്ച് തന്നപ്പോൾ അത് പിന്നെ റെഡിയായി. ഇനി ഞാനിപ്പോൾ ഓടി ട്രോളി ഉന്തിക്കൊണ്ടാവും. ഇവനെന്താ കരിന അറിയോ, ഇവൻ്റെ തല പിന്നെയും മുട്ടി. എൻ്റെ തല എപ്പോഴും മുട്ടാണ് പറഞ്ഞാൽ എപ്പോഴും മുട്ട. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. ബായ്.